Hello dear students, welcome back. In നമ്മൾ chapter 10 democracy and rights എന്ന ഭാഗത്തിലെ lectures assess ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? Compare the features of democratic and non-democratic forms of government. അതായത് democratic and non-democratic forms of governmentന്റെ സവിശേഷതകൾ ഫീച്ചേഴ്സിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പാഠഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വീണ്ടും എക്സ്പ്ലനേഷൻ കേൾക്കണമെങ്കിൽ ആ വീഡിയോയിൽ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്? ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ്, അതായത് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മേന്മകൾ എന്തെല്ലാമാണ്? റെസ്പെക്ട് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ അഭിപ്രായം ബഹുമാനിക്കും. അതുപോലെ ഓരോ വ്യക്തിക്കും ഫ്രീഡം ഉണ്ട് അല്ലേ, സ്വാതന്ത്ര്യം, അതിനെ സംരക്ഷിക്കും. അതുപോലെ റൂളേഴ്സും പീപ്പിൾസും, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്. റൂളേഴ്സ് ആർ ഇൻഡെപ്റ്റഡ് ടു ദ പീപ്പിൾ, അതായത് ഭരണാധികാരികൾ ജനങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. What are human rights? What measures have been taken for the protection of human rights? Human rights എന്ന് പറഞ്ഞാൽ എന്ത്? അതായത് ഓരോ ഹ്യൂമൻ ബീയിങ്ങിനും ആവശ്യമായിട്ടുള്ള അവകാശങ്ങളാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് കുറച്ച് റൈറ്റ്സ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ 10 ഡിസംബർ 1948 നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. റൈറ്റ് ടു ലിവ്, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് അസോസിയേഷൻ, സംഘടിക്കാനുള്ള അവകാശം, അതാണ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. റൈറ്റ് ടു ഒക്കുപ്പേഷൻ, തൊഴിലിനുള്ള അവകാശം. പിന്നെ അവരുടെ കൾച്ചർ, ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, ഇതൊക്കെ പ്രിസർവ് ചെയ്യാൻ, സംരക്ഷിക്കാനുള്ള അവകാശം. The government of India has taken a number of steps to protect human rights at the national and state level. നമുക്ക് അവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നില്ല എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് എന്നാണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽസിൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഫോം ചെയ്തിട്ടാണ് സ്റ്റെപ്സ് എടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും അതുപോലെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ഫോം ചെയ്തിട്ടുണ്ട്. Explain how rights and duties are interrelated. റൈറ്റ്സ്, അവകാശങ്ങളും ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ കടമകളും എങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ലാസ്റ്റ് ഈ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നോട്ടായിട്ട് ചേർത്തിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. Rights are those conditions to be ensured by the state and the society for the better life and opportunities of its citizens to develop their talents and potentials. റൈറ്റ്സ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. A duty is something that someone is expected or required to do. ഇപ്പോൾ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമുക്ക് ഉറപ്പ് തരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു വ്യക്തിക്കുള്ള മെച്ചപ്പെട്ട ജീവിതത്തിനും അവരുടെ കഴിവുകളും ശേഷികളും എല്ലാം വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളും അതുപോലെ ഒരു മെച്ചപ്പെട്ട ജീവിതവും നൽകുന്നു. അതിനു വേണ്ടിയിട്ട് എൻഷ്യൂർ ചെയ്തിട്ടുള്ള സൊസൈറ്റി ആൻഡ് സ്റ്റേറ്റ് എൻഷ്യൂർ ചെയ്യുന്ന കണ്ടീഷൻസ് ആണ് എന്ത്? അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ദാറ്റ് someone is expected or required to do. ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ ചെയ്യേണ്ട കാര്യമാണ്, required to do. സോ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇന്റർഡിപ്പെൻഡൻറ്റ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇന്റർഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. ഫ്രീഡം ഈസ് അവർ റൈറ്റ് ആൻഡ് ഷെയറിങ് അവർ ഫ്രീഡം വിത്ത് അതേഴ്സ് ഈസ് അവർ ഡ്യൂട്ടി. ഇന്റർഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. അതായത് ഫ്രീഡം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. അതുപോലെ ഇപ്പം എനിക്ക് സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് അയാളുടെ സ്വാതന്ത്ര്യം അത് അയാളുടെ അവകാശമാണ്. അത് ഞാൻ തട്ടിയെടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ കടമ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് റൈറ്റ്സും ഡ്യൂട്ടീസും ഇന്റർ റിലേറ്റഡ് ആയിരിക്കുന്നത്.
For a child, protection is their right and to protect them is the duty of their parents. അതായത് ഒരു കുട്ടി എന്ന നിലയ്ക്ക് കുട്ടിക്ക് എന്താണ് കുട്ടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് അവരുടെ അവകാശമാണ്. അതുപോലെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പാരൻസിൻ്റെ രക്ഷിതാക്കളുടെ കടമയാണ്. ദിസ് ഈസ് ഹൗ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇന്റർറിലേറ്റഡ്. ഇങ്ങനെയാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് റിലേറ്റഡ് ആയി ഇരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾ നിങ്ങളുടെ ലാസ്റ്റ് ഭാഗത്തിൽ കോളംസിലാക്കിയിട്ട് തന്നിട്ടുണ്ട്. അതിങ്ങനെ എടുത്ത് സെൻറ്റൻസ് ആക്കി എഴുതിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. Friends, don't forget to subscribe to my channel. If you like, please do like and comment your thoughts. Thank you so much.